അഗ്നിസാക്ഷി ഭാഗം 19. വീണ പാർവതിയുടെ മുറിക്ക് മുന്നിൽ വന്നു നിന്നു. ഒരു നിമിഷം സംശയിച്ചു നിന്ന ശേഷം ശ്വാസം വലിച്ചുവിട്ട് വാതിൽ മുട്ടി. പാർവതി 2-3 തവണ മുട്ടിയെങ്കിലും അകത്തുനിന്ന് പ്രതികരണമൊന്നും കാണഞ്ഞ് അവളൊന്ന് സംശയിച്ചു. ഇവളെന്താ വാതിൽ തുറക്കാത്തത്? ഇനി കാശേട്ടൻ തല്ലി ദേശത്തിന് എന്തെങ്കിലും അപവേഗം അവൾ ഭീതിയോടെ ഓർത്തു. പിന്നെ വാതിൽ തള്ളിയതും അത് തുറന്നു. വീണ അകത്തേക്ക് കയറി. പാർവതി, അവൾ മുറിയാക്കി നോക്കി. അവിടെയെങ്ങും അവൾ കാണഞ്ഞ് വീണ് പരിഭ്രമിച്ചു. ഈശ്വര, ഇവിടത്തെ എവിടെ പോയി? അവൾ അലമാര തുറന്നു നോക്കി. അവളുടെ ബാഗും ഡ്രസ്സൊക്കെ എവിടെയുണ്ട്? പിന്നെ അവൾ എങ്ങോട്ട് പോയി? വീണ പുറത്തേക്ക് ഇറങ്ങി. അവിടെ മാകി നോക്കി. എങ്ങും അവളെ കണ്ടില്ല. വീണയ്ക്ക് എന്തോ പന്തികേട് തോന്നി. അവൾ അകത്ത് ചെന്ന് ഫോണെടുത്ത് പാർവതിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഫോൺ മുറിയിൽ നിന്ന് റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് വീണ പകച്ചു. അവൾ ഫോൺ എടുക്കാതെയാണ് പോയത്. ഈശ്വര, എന്താ ഇപ്പോൾ ചെയ്യുക? അവൾ ആശങ്കയോടെ ആലോചിച്ചു. ഏതായാലും കാശിയേട്ടനെ വിളിച്ച് വിവരം പറയാം. അത് പറഞ്ഞ് അവൾ കാശിനാഥൻ്റെ നമ്പർ ഡയൽ ചെയ്തു. കടലിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു കാശിനാഥൻ. ജിതൻ ദേഷ്യത്തോടെ അവൻ്റെ അരികിലേക്ക് ചെന്നു. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല കാശി. എന്തിനാണ് നീ അവളെ അടിച്ചത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? വീണയെക്കുറിച്ച് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മിണ്ടാതെയെല്ലാം കേട്ട് നിൽക്കണമായിരുന്നു. എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാവകാശം അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു വേണ്ടത്. എന്നുവെച്ചാൽ സത്യങ്ങൾ അവളോട് തുറന്നു പറയണമെന്നാണോ നീ പറയുന്നത്? എന്താ പറഞ്ഞാൽ ശരിക്കും അതൊക്കെ അറിയാനുള്ള അവകാശം അവൾക്കില്ലേ? വിവാഹത്തിന് വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവരെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് വാക്ക് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നതല്ലേ നീ? എന്നിട്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചത് എന്തിനാണെന്ന് അവൾക്ക് ചോദിക്കാനുള്ള അവകാശമില്ലേ? ഇത്രയും കാലം ജീവനെ പോലെ പ്രണയിച്ച തന്നെ തഴഞ്ഞതിൻ്റെ കാരണം എന്തെന്ന് അറിയാനുള്ള അവകാശം അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ചോദിച്ചത് തെറ്റാണെന്ന് ഒരിക്കലും നീ കരുതരുത്. കാശി ഒന്നും മിണ്ടാതെ നിന്നു. അതുമാത്രമല്ല, അവളെ തല്ലിയതിന് നീ അവളോട് മാപ്പ് പറയുകയും വേണം. കാശി കണ്ണുമിഴിച്ചുകൊണ്ട് അവൻ നോക്കി. എന്നെ നോക്കി കണ്ണുമിഴിക്കണ്ട. ഭർത്താവായാൽ പോലും ഒരു പെണ്ണിനെ തല്ലാനുള്ള അവകാശമൊന്നും ഒരുത്തനുമില്ല. അഥവാ അങ്ങനെ ചെയ്താൽ അവർക്കുള്ള ശിക്ഷ എന്താണെന്ന് പോലീസ് ഓഫീസറായി നിന്നോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കാശി ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു. കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല കാശി. തെറ്റാര് ചെയ്താലും അത് ചൂണ്ടിക്കാട്ടി തിരുത്തേണ്ടത് നമ്മുടെ കടമയാണെന്ന് നീ തന്നെയല്ലേ പറയാറ്? അതുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ തോന്നി ദേഷ്യത്തിൽ തല്ലിപ്പോയതാടാ, അവൻ വിഷമത്തോടെ പറഞ്ഞു. സാരമില്ലടാ, നീ പോയി അവളോട് ഒരു സോറി പറ. എന്നിട്ട് എല്ലാ സത്യങ്ങളും അവളോട് തുറന്നു പറ. സത്യങ്ങൾ അവളോട് തുറന്നു പറയാൻ മടിയുണ്ടായിട്ടല്ലടാ. അതൊക്കെ അറിഞ്ഞാൽ അവൾ എന്നെ വിട്ട് പോകുമോ എന്നൊരു പേടി കൊണ്ടാ ഞാൻ. കാശി ഒന്ന് ഇനി ജിതൻ അമ്പരപ്പോടെ അവരെ നോക്കി. കാശി, അതേടാ, ഒരിക്കൽ നഷ്ടപ്പെടുത്തിയതാണ് ഞാൻ അവളെ. വീണ്ടും അവളെ എനിക്ക് തിരിച്ചു കിട്ടിയപ്പോൾ എനിക്ക് അവൾ പറയാൻ വാക്കുകളില്ലാതെ നിന്നു. നിനക്കറിയാമോ, അവളുടെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. ആ നിമിഷം മരണം വരെ അവൾ എൻ്റെ കൂടെ ഉണ്ടെന്നെ കാണണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അവളെ ഇനിയും വിട്ടുകളെ എനിക്ക് വയ്യ, അവൻ വിശ്വത്തോടെ പറഞ്ഞു. അത് കേട്ടതും ചിതം പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ കൈവച്ചു. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അവൾ ഇനി ഒരിക്കലും നിന്നെ വിട്ട് പോകില്ല. അങ്ങനെ പോകാനായിരുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ തിരിച്ചു വരേണ്ട ആവശ്യം അവൾക്കില്ലല്ലോ. നീ ധൈര്യമായി ചെയ്യില്ല, ചിതം പറഞ്ഞു. അത് കേട്ടതും അവൻ ആശ്വാസത്തോടെ ചിരിച്ചു. അപ്പോഴാണ് അവൻ്റെ ഫോൺ അടിച്ചത്. കാശി അത് എടുത്തു നോക്കി. ഡിസ്പ്ലേയിൽ വീണയുടെ പേര് കണ്ടതും അവന് നെറ്റി ചുളിഞ്ഞു. വീണയാണല്ലോ. വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കാണോ? അവൻ സംശയത്തോടെ ഓർത്തു. എന്തായാലും നീ കോളെടുക്ക്. കാശ് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ വീണ, എന്താ വിളിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ അല്പം ആശങ്കയോട് ചോദിച്ചു. കാശിയേട്ടാ, പാർവതി എവിടെയെങ്കിലും കാണാനില്ല. അത് കേട്ടതും അവൻ ഞെട്ടി. എന്ത്? പാർവതി കാണാനില്ലെന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കി, എവിടെയില്ല. എവിടെ പോയതെന്ന് അറിയില്ല. അവളുടെ ഡ്രസ്സുകളൊക്കെ ഇവിടെയുണ്ട്. ഫോണും എടുക്കാതെ പോയത്. എനിക്കെന്തോ പേടിയാക്കുന്നു കാശിയേട്ടാ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ വിഷമിക്കണ്ട. അവൾ അവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരാം. അതും പറഞ്ഞ് കാശി ഫോൺ കട്ട് ചെയ്തു. എന്താടാ വീണ എന്താ പറഞ്ഞത്? അത് പാർവതി എവിടെയെങ്കിലും കാണാനില്ലെന്ന്. എനിക്കെന്തോ പേടിയാകുന്നടാ, കാശി ആശങ്കയോടെ പറഞ്ഞു. നീ ഇങ്ങനെ ടെൻഷനാവാതെ, അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. നീ വാ, നമുക്ക് ചെന്ന് അന്വേഷിക്കാം. ചിത്തൻ പറഞ്ഞു. ഇരുവരും വണ്ടിയിൽ കയറി. വണ്ടി ശരവേഗത്തിൽ പാഞ്ഞു പോയി.
വണ്ടി മുറ്റത്ത് നിർത്തി കാശിയും ജിതനും പുറത്തേക്ക് ഇറങ്ങി. ശബ്ദം കേട്ട് വീണ വേഗം പുറത്തേക്ക് വന്നു. എന്താ വീണ, പാറു ഇവിടെ? അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. അറിയില്ല, ഞാൻ ഇവിടെയൊക്കെ നോക്കി, അയൽപക്കത്തൊക്കെ ചോദിക്കുകയും ചെയ്തു. അവരാരും അവളെ കണ്ടില്ലെന്ന് പറഞ്ഞത്. നിങ്ങളിങ്ങനെ ടെൻഷനാകാതെ നമുക്ക് അന്വേഷിക്കാം. നീ വന്ന് നമുക്ക് അവളുടെ മുറിയിൽ പോയി നോക്കാം, ജിതൻ പറഞ്ഞു. മൂവരും അവളുടെ മുറിയിലേക്ക് ചെന്ന് അലമാരയും അവളുടെ ബാഗും പരിശോധിച്ചു. അപ്പോഴാണ് അതിൽ നിന്നും ഒരു പഴയ ആൽബം അവൻ കിട്ടിയത്. അവൻ അത് എടുത്ത് നോക്കി. അതിൽ അവളുടെയും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഫോട്ടോസായിരുന്നു. പിന്നെ പ്രണയിച്ച് നടന്ന കാലത്ത് താനും അവളും കൂടി എടുത്ത ചിലതും. അതിനിടയ്ക്കാണ് പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അവൻ ശ്രദ്ധിച്ചത്. അത് സൂക്ഷിച്ചു നോക്കിയതും അവൻ ഞെട്ടിപ്പോയി. പാർവതിയുടെ അച്ഛൻ്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന തൻ്റെ അച്ഛൻ. അവൻ ആ ഫോട്ടോ കയ്യിലെടുത്തു. എടാ, ഇത് നിൻ്റെ അച്ഛനെ, പാർവതിയുടെ അച്ഛനെ അറിയാമോ? ജിതൻ ആ ഫോട്ടോ നോക്കി ചോദിച്ചു. എനിക്കറിയില്ല. പെട്ടെന്ന് മുറ്റത്ത് ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും വരാന്തയിലേക്ക് നടന്നു. സഹദേവനും രോഹിണിയും യശോദയും ഓട്ടോയിൽ നിന്നിറങ്ങി. ഓട്ടോ ചാർജ് കൊടുത്ത് എല്ലാവരും വരാന്തയിലേക്ക് കയറി. ആഹാ, ജിതൻ ഇവിടെ ഉണ്ടായിരുന്നു? കുറേ നേരമായി വന്നിട്ട്? സഹദേവൻ വരാന്തയിലെ കസേരയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഇല്ല, കുറച്ച് സമയമായല്ലോ. ഞങ്ങളൊന്ന് തറവാട് ക്ഷേത്രം വരെ പോയതാ. കേസ് ജയിച്ചാൽ അവിടെ വരെ പോയി കുറച്ച് വഴിപാടുകളൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിന് പോയതാ. ഇതാ പ്രസാദം. യശോദ എല്ലാവർക്കും പ്രസാദം കൊടുത്തു. അല്ല, അവളെവിടെ, പാർവതി? മൂവരും ഒന്ന് ഞെട്ടി പരസ്പരം നോക്കി. അത് അവള് മനസ്സിലായി. ഉണ്ണിക്കുട്ടനെയും കൂട്ടി നാട് ചുറ്റാൻ ഇറങ്ങിക്കാണും അല്ലേ? യശോദ ചോദിച്ചു. ആ, വീണ പരിഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് അവർ വരുമ്പോൾ കൊടുത്തേക്ക്. യശോദ പ്രസാദം വീണയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അവൾ അതുമായി അകത്തേക്ക് നടന്നു. അപ്പോഴാണ് കാശിയുടെ കയ്യിൽ ഒരു ഫോട്ടോ യശോദ കണ്ടത്. ഇതെന്താ നിൻ്റെ കയ്യിൽ? ഒരു പഴയ ഫോട്ടോ, നോക്കട്ടെ. യശോദ അത് വാങ്ങി നോക്കിയതും അവരുടെ കണ്ണുകൾ വിടർന്നു. മാധവേട്ടനും രാഘവേട്ടനും ഇതെവിടെ കിട്ടി നിനക്ക് ഈ ഫോട്ടോ? യശോദ ആകാംക്ഷയോട് ചോദിച്ചു. അതുകൊണ്ട് അവൻ അമ്പരുന്നു. എനിക്ക് ഇദ്ദേഹത്തെ അറിയുമോ? മാധവേട്ടൻ്റെ വലിയ ചങ്ങാതിയായിരുന്നു. കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്ന ചങ്ങാതി. നിനക്ക് ഓർമ്മയില്ലായിട്ടാ കണ്ണ, കുഞ്ഞുനാളിൽ നിന്നെ ഒരുപാട് എടുത്ത് നടന്നിട്ടുള്ള ആളാണ്. അന്ന് മാധവേട്ടനോട് രാഘവേട്ടൻ പറയാറുണ്ടായിരുന്നു, എനിക്കൊരു മോള് ജനിച്ചാൽ അവളെ കൊണ്ട് ഇവനെ കെട്ടിക്കാമെന്ന്. നിൻ്റെ മകളല്ലാതെ എൻ്റെ മോൻ വേറെ ആരും കെട്ടില്ലെന്ന് മാധവേട്ടനും പറയാറുണ്ടായിരുന്നു. അത് കേട്ടതും ജിതനും അമ്പായിരുന്നു. രാഘവേട്ടൻ ഒരു പെൺകുട്ടിയുമായിട്ട് അടുപ്പത്തിലായിരുന്നു. പക്ഷേ ജാതിയുടെ പ്രശ്നം പറഞ്ഞ് പെൺവീട്ടുകാരെ ഉറക്കിയപ്പോൾ അവളെയും കൊണ്ട് അദ്ദേഹം നാട് വിട്ടു. അതിനുള്ള ഒത്താശ ചെയ്തു കൊടുത്തതൊക്കെ നിൻ്റെ അച്ഛനായിരുന്നു. പിന്നീട് അവരെക്കുറിച്ച് ഒരു വിവരം ഉണ്ടായിട്ടില്ല. യശോദ പറഞ്ഞു. അല്ലടാ, ഈ ഫോട്ടോ നിനക്കിപ്പോൾ എവിടെ കിട്ടി? രോഹിണി ചോദിച്ചു. അത് പിന്നെ മനസ്സിലായി, പാർവതിയുടെ കയ്യിൽ നിന്നാവും അല്ലേ? അമ്മയ്ക്ക് സന്തോഷമായിടാ. അവൾ ഈ രാഘവേട്ടൻ്റെ മകളാണെന്നറിഞ്ഞപ്പോൾ നിൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാകും. അതും പറഞ്ഞ് യശോദ അകത്തേക്ക് പോയി. ഒപ്പം മറ്റുള്ളവരും. കാശി ആശങ്കയോടെ വിദൂരതയിലേക്ക് നോക്കി നിന്നു. തുടരും.